സ്വാമി, സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? അപ്പൊ ദയവ് ചെയ്ത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. വിയറ്റ്നാം കോളനിയാണ്, വിയറ്റ്നാം കോളനി. പറവൂറാവത്തെന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പ് ചോറെന്ന് കേട്ടിട്ടുണ്ടാ? കള്ളസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിയിലും മല്ലയ്യാനും കുഞ്ഞാപ്പിന്നും കേട്ടിട്ടുണ്ടാ? 8 10 കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു പിശാചുക്കളാ അവര്. അവിടെയാണ് സൈറ്റ് ഓഫീസ് നോക്കുന്നതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ട് സൂചി അതിനകത്ത് നടക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെ കൺസ്ട്രക്ഷൻ ഒന്നും മനസ്സിക്കളെ അവന്മാര്. ഇനി ആ സേട്ടുവിന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോയില്ല. റാവുത്തറാണ് പറയുന്നത്, റാവുത്തർ. അല്ല, എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നത്? അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല. ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ കോളനിക്കാരെയൊക്കെ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാൻ സ്വാമി? എങ്കിൽ പിന്നെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ പറ്റി എഴുതുക. ഒരു 100 കഥ കാണും അവന്മാരെ പറ്റി എഴുതാൻ. അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി. ഞങ്ങള് കോളനിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി, റാവുത്തരും അവന്മാരും ഒക്കെ. ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചത് എല്ലാത്തിനും. ഞങ്ങളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ഒക്കെ ഇവിടുന്ന് ഇറക്കിവിടെ. ഒടുക്കം വക്കീലും ഉമ്മാരും തമ്മിൽ തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി. ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി. അല്ല, ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവന്മാർക്കൊക്കെ പണം കൊടുത്താലെന്താ? അല്ലെങ്കിൽ പണ്ടേ ആ വക്കീലും മൂസാസെറ്റും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയേനെ. എന്തിനാ പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? അവകാശവും വാങ്ങിച്ചോണ്ട് വല്ലയിടത്തേക്കും പൊക്കൂടെ? പോകാന്ന് പറഞ്ഞെങ്കിൽ ചെന്നേറ്റാ മതി. അവകാശം മേടിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞേനെ ഒരുത്തന്നെ റാവുത്തർ വെട്ടിയതും ജയിലിൽ പോയതും. അവിടുന്ന് ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. എടി മാധവി, എടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വാടകക്കാരെ കഴിച്ച് താമസിപ്പിച്ചത്? എടി ഇങ്ങനെ വന്നവന്മാരടി ഇവിടുത്തെ ആളുകളായത്. എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലേടി? ഈ സുഖമായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്കൊക്കെ നിന്നോട് ആരൊക്കെ പറഞ്ഞത്? ഏതാ ഈ ഉമ്മ? അതാ മൂസാസേട്ടന്റെ ഉമ്മ. ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ടൻ, അയാളുടെ ഉമ്മയാ സൂറാബായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? മകൻ വലിയ കോടീശ്വരനായിട്ടെന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത്. പെട്ടതല്ലേ വിടാത്തവനാ, പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ? അനുഭവിക്കും. ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അവൻ മാത്രമല്ല, അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടു. ഞാനാരുമില്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? രാത്രി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്നിട്ട് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവരോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. ഇന്നലെ രാജേന്ദ്ര അതേ തരുന്ന കിടക്കും. പാതിരാഴ്ച അവരെ പറ്റി വെള്ളം ചോദിച്ചിട്ട് പോയി പൈപ്പിന്റെ എടുത്തുനിന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. അതോ ഭാവി വേണ്ട, ഒട്ടു പോരുന്ന റാവുത്തർ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരും ഒന്ന് അവരെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിനാളുകൾ കടത്തിയിരിക്കണം. ഈ കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ.
ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ടാകാൻ പറ്റില്ല. ഇവർക്കൊരു അവകാശമുണ്ട്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത്. ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ. ആ സേട്ടു എവിടെ ആയാലും, അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി, അയാളെ ഞാനിവിടെ കൊണ്ടുവരും. അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം. ഒരു മുനിസിപ്പാലിറ്റി കാരണം എടുത്തോണ്ട് പോകാൻ പാടില്ല. പോയി കൊണ്ടുവരട്ടെ. ഇനി ഇവിടെ നിന്ന് 3 മയ്യത്തെടുക്കേണ്ടി വരും. തള്ളയുടെയും മകന്റെയും ഇനി ഇവന്റെയും. മൂസാസേട്ടു അല്ല, മൂസാസേട്ടു മരിച്ചുപോയി. ആർക്കാ ഇപ്പൊ മൂസാസേട്ടുനെ കാണേണ്ടത്? പോയി ആ വക്കീലിനെ ചെന്ന് കാണാൻ. അയാളായിപ്പോ കേട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തം പേര് പോലുമില്ല. എന്താ എല്ലാവർക്കും വലിയ ഗൗരവം? ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? നീ എന്റെ വീട്ടിൽ വന്ന് താമസം ഇതിനായിരുന്നില്ലേടാ? നീ കമ്പനിക്കാരുടെ സാരനാണല്ലേ? ഞങ്ങളെ കുടിയൊഴിപ്പിക്കണല്ലേടാ? നിനക്കൊന്നും വീടും കൊടുക്കും അമ്മയും മങ്ങന്മാരൊന്നും ഇല്ലടാ ദ്രോഹി.